ഹലോ മച്ചാമരെ, നമുക്ക് ഇന്നൊരു വാട്ടർ മെട്രോയിൽ കയറി ഒന്ന് റൈഡ് നടത്തിയാലോ? ഞാനിപ്പോൾ ഉള്ളത് ഹൈക്കോടതിയിലാണ് ഉള്ളത്. ഹൈക്കോടതി വാട്ടർ മെട്രോയിലാണ് ഉള്ളത്. ഈ സ്റ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. വളരെ മനോഹരമായ ഹൈക്കോടതി കൊച്ചി വാട്ടർ മെട്രോയിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് കിടക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ രീതി എങ്ങനെയാണോ, ആ മെട്രോയുടെ രീതി എങ്ങനെയാണോ, ആ രീതിയിൽ തന്നെയാണ് ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്. സോ നമുക്ക് അകത്ത് പോവാം, ടിക്കറ്റ് എടുക്കാം, എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതേപോലെ കാർഡ് കിട്ടും. ആ കാർഡ് നമ്മളെങ്ങനെ സ്വൈപ്പ് ചെയ്യാം. നമ്മൾ മെട്രോ ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇവിടെ ഇരിക്കാനുള്ള നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ല വുഡൻ ചെയറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഇൻറ്റീരിയറൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്, നീറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, യാത്രക്കാരൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ ഉള്ളത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ ഞാൻ മെയിനായിട്ട് നോക്കിയൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് അല്ല അവൻ അങ്ങനെ ഇവിടെ കിടക്കുകയാണ് അവൻ, ആൾക്കാർ പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇതിന് സിസ്റ്റം ഇവിടെ താഴെ ഇതൊക്കെ ഉണ്ടോ, SOS എന്നൊക്കെ സേഫ്റ്റി അലാം സിസ്റ്റങ്ങളൊക്കെയാണ്, എമർജൻസി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഇലക്ട്രിക് ബോട്ടാണ്, ചാർജ് ചെയ്യുന്നത് കാണാം. അവിടുത്തെ സൈഡിൽ നിങ്ങൾ കാണാം ചാർജ് ചെയ്യുന്നതാണ്. അവിടെ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബോട്ടുകളാണുള്ളത്. അപ്പോൾ ചാർജ് ചെയ്യുന്ന രീതിയാണ് അവിടെ കാണുന്നത്. അവിടെയാണ് ചാർജ് ചെയ്തത്. ഇതിൻ്റെ എമർജൻസിയും അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇവിടെ ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അകത്ത് പോവാം. 2-3 സ്റ്റാഫുകളുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല കോപ്പറേറ്റീവ് ആണ്. വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് കയറി. ഇത് കണ്ടു നിങ്ങൾ, വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ. നമ്മൾ മെട്രോ ട്രെയിനിൽ കയറി അതേ ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് വണ്ടർഫുൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രിപ്പ് പോവാം. ഇവിടെ നല്ല LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതിൽ പല മെസ്സേജുകളും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും ആദ്യം തന്നെ ഇരുന്നു. യാത്രക്കാർ കുറവാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ആയതുകൊണ്ട് കുറച്ച് യാത്രക്കാർ കുറവാണ്. ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡിസ്പ്ലേയിൽ ഇതെങ്ങനെയാണ് സേഫ്റ്റി മെഷേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ട്രിപ്പ് പോവാം. അപ്പോൾ നമ്മൾ ഹൈക്കോടതി വിട്ടിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യമായി പോവുകയാണ്. അതിൽ നിന്ന് നമ്മൾ സ്റ്റേഷനിൽ നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ പുതിയ കൊച്ചിയുടെ ഫ്ലാറ്റുകളൊക്കെ കാണാം അല്ലേ. ഇതാണ് ആധുനിക കൊച്ചി, പുതിയ കൊച്ചി. ഫ്ലാറ്റുകളും അതുപോലെ ടവറുകളൊക്കെ ഉള്ള പുതിയ കൊച്ചിയാണ് ഇതല്ലേ. കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടൂറിസം രംഗത്ത് ഒരു വലിയ കുതിച്ചാട്ടാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ കൊടുത്തത്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സിസ്റ്റമാണ് കേട്ടോ കൊച്ചിയിലുള്ളത്, വേറെ എവിടെയുമില്ല. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ്. 2023 നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇത് ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്ത്. ഡെയിലി 10,000 കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു രീതി മനസ്സിലാക്കാനൊക്കെ ഒരുപാട് പേര് വന്ന് ആസ്വദിച്ച് പോകുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലാറ്റുകളൊക്കെ കാണാം. അവിടെ താഴെ ഗോശ്രീ പാലമുണ്ട്. ഗോശ്രീ പാലത്തിൻ്റെ തൊട്ടപ്പുറം കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം. അവിടെ ലുലുവിൻ്റെ കൺവെൻഷൻ സെൻ്ററൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ കാണുന്നതാണ് ലുലുവിൻ്റെ കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. ഇപ്പോഴുള്ള സർവീസ് എന്ന് വെച്ചാൽ ഹൈക്കോടതി ഉണ്ട്, വൈറ്റില, വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, കാക്കനാട്, ഇവിടെയൊക്കെ സർവീസ് ഉണ്ട്. അതുപോലെ ബോൾഗാട്ടി, ഇവിടെയൊക്കെ സർവീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഭാവിയിൽ വീണ്ടും വലിയ സർവീസുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കാം. ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്ന യാത്ര ചെയ്യുന്നത് ശരിക്കും ഒരു പ്രൊപ്പലർ ഇതാണ്, ഒരു ബോട്ടാണ്, ഇലക്ട്രിക് ബോട്ട്. നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം ലീഥിയം പോലത്തെ ബാറ്ററികളൊക്കെയാണ് ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ചാർജ് ആവും. പിന്നെ അകത്ത് ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. നല്ല LED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അകത്തെ ഡിസ്പ്ലേയിൽ ഓരോ ഖാദിയുടെയും അങ്ങനെ ഓരോ പരസ്യങ്ങളെ കാണിക്കുന്നുണ്ട്. ആൾക്കാർ ഗ്ലാസ്സിനടുത്ത് വന്ന് പുറത്തെ കാഴ്ചകളെ കാണുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചി കായലിലെയും അതിൻ്റെ അനുബന്ധമായ ദ്വീപുകളിലെയും ആൾക്കാരുടെ ജീവിത രീതിയെ കാണാം. അവിടെ മീൻ പിടിക്കുന്ന രീതിയും ബോട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അപ്പുറം ബോട്ടിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. നമുക്ക് നല്ലൊരു റിലാക്സിങ് ആണ്. നമുക്ക് ഒരു 40 രൂപയുള്ളൂ. കൊച്ചി വരുമ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, ഇതിൽ ചെയ്യുക. 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക, ഹൈക്കോടതി ഫോർട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് പോവാം. നല്ല കാഴ്ചകളൊക്കെ ആണ്. ഇതിൽ ഇലക്ട്രിക് ബോട്ട് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്ന ഇലക്ട്രിക് ബോട്ടുകളാണ്. വളരെ പവർഫുള്ളാണ്. മണിക്കൂറിൽ ഏകദേശം ഒരു 15 മുതൽ 19 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ പറ്റും. ഈ ബോട്ടിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50 മുതൽ 100 വരെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാട്ടോ. ഒരു ബോട്ടിൽ, നമ്മളിപ്പോൾ പോകുന്ന ബോട്ടിൽ ഒരു 100 പേരെ വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ യാത്രക്ക് അനുയോജ്യമാണ്. വേറൊരു ബോട്ട് വരുന്നത് കണ്ടോ, വേറൊരു വാട്ടർ മെട്രോ ബോട്ട് വരുന്നതാണ് കേട്ടോ. അത് വേറെ സർവീസ് കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് KMRLയുടെ ഒരു വിങ് ആണ്. കൊച്ചി മെട്രോൻ്റെ തന്നെ ഒരു വിങ് ആണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു പദ്ധതിക്ക് ഏകദേശം 800,000 കോടിയുടെ മുകളിൽ ചിലവുണ്ട്. നമുക്കറിയാം ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. ഇതുപോലത്തെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതുപോലെ അവിടെ അതിനടുപ്പിക്കാനുള്ള സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ വേണം. ദൂരെ കാണുന്നുണ്ട്, ദൂരെ നമുക്ക് വല്ലാർപ്പാടമാണ് കാണുന്നത്. വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ അവിടെ ബോട്ടുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഗോശ്രീ പാലത്ത് നിന്ന് നമുക്ക് അവിടത്തേക്ക് പോവാം. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് എ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ജേർണി. നമ്മൾ അകത്ത് കയറിയാൽ അകത്തുനിന്ന് മുന്നിലെയും അതുപോലെ ബാക്ക് സൈഡിലൊക്കെ ഡോറുകളെ ക്ലോസ് ചെയ്യും. നമുക്ക് കാഴ്ച ഈ വലിയ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് കൂടിയാണ് നമ്മളെല്ലാ കാഴ്ചകളും കാണുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്കിതിനെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻസ് ആണ്. ബാക്കിയിലെ ക്രൂയിസ് ബോട്ട് പോലെയല്ല ഇത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല എയർ കണ്ടീഷൻ ചെയ്ത മെട്രോ ട്രെയിനിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്, ആ രീതിയിൽ തന്നെ. എന്തുണ്ട് ഞങ്ങളെ വലിയ ഷിപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. ആ ഷിപ്പുകളിലെ മുമ്പിലെ കൂടി വേറൊരു മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നു, ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറം വല്ലാർപ്പാടം ടെർമിനലാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരുവനന്തപുരത്തായിട്ട് ഇന്ന് കൊച്ചിയിലെ കാഴ്ചകളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ മാക്സിമം സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഫോർട്ട് കൊച്ചി ഒന്ന് കാണാനുണ്ട്. അത് കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലേക്കെല്ലാം പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ യു എൻജോയ്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.